ദേ 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 കണ്ടോ കണ്ടോ, കേരള പോലീസിലെ ഏമാമാരും കുഴിയാടി പോണത് കണ്ടോ? ദേ കണ്ടോ, കണ്ണൂർന്ന് കണ്ടോ? ദേ ചാടണു. അപ്പൊ ഈ ഏമാൻ നാളെ റോഡിലെ കുഴിയാടിയപ്പോ കേസെടുക്കും? ഇപ്പൊ കുണ്ടും കുഴിയും ചാടിയല്ലേ പോയത്? ഹൈക്കോടതി പറഞ്ഞ മഴ പെയ്ത് റോഡ് പൊളിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ ആ ഉത്തരവ് വെച്ചിട്ട് പോലീസ് ഏമാൻ ഈ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കോ? അതാണ് എൻ്റെ ചോദ്യം. കേരളത്തിൻ്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി വിവരവും വിദ്യാഭ്യാസവും ഉള്ള എല്ലാവരുടെയും അറിവ് അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഇപ്പൊ പോയ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ റോഡിലെ കുഴി ചാടി പോയതിന് ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥൻ കേസെടുക്കട്ടെ തന്നെ. ആ FIR ഇട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പോലീസിന്റെ മറ്റേ ഒഫീഷ്യൽ സൈറ്റിൽ ഒരു കേസ് കാണിച്ചതാ. മഴ പെയ്തിട്ടാണ് റോഡ് പൊളിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇതിട്ടുന്നേ, ദേ കോട്ടയത്ത് നിന്നും കുമരകത്തേക്ക് പോകുന്ന മഴ പെയ്ത് റോഡ് പൊളിഞ്ഞതിന് ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുത്തെന്ന് പറ. അല്ലെങ്കിൽ ഇനി അതും പറ്റില്ലെങ്കിൽ കൃത്യമായ കൂട്ടാത്തതിന്, മിക്സിങ് കറക്റ്റ് ആവാത്തതിന് കൊണ്ടാണ് റോഡ് പൊളിഞ്ഞത് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നിങ്ങളൊരു കേസെങ്കിലും എടുക്ക്. അതോ നിങ്ങളൊക്കെ ഇതിന്റെ വിഹിതം പറ്റിയത് കൊണ്ടാണോ ആ റോഡിലെ കുഴി പോലും കണ്ടിട്ട് മിണ്ടാതെ പോയത്? അതോ മുഖ്യമന്ത്രി ഈ റോഡിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾ ഈ റോഡ് അടയ്ക്കാനുള്ള ശുഷ്കാന്തി കാണിക്കത്തുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.